ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബൊക്കൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ലാസ്റ്റ് എവിടേക്ക് പോയ സിറ്റി സെൻറ്റർക്കല്ലേ. അങ്ങനെ നമ്മൾ അവിടെ കദ്രി പാർക്കിൽ ഈ ബൊക്കൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നേരെ ഇനി കുറച്ച് ചില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിറ്റി സെൻറ്റർക്ക് പോയി. കദ്രി പാർക്കിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സ്റ്റോളും പിന്നെ ഫ്ലവർ ഷോ എല്ലാം കണ്ട് ഈടെ വന്നിട്ട് നോക്കുമ്പോഴേക്ക് സിറ്റി സെൻറ്ററിൻ്റെ പുറത്തും ഫുള്ള് സ്റ്റോളെല്ലാം ഇട്ടിട്ടുണ്ട്. ജ്വല്ലറീസും ഡ്രസ്സും കുറേ അങ്ങനത്തെ എല്ലാം. അങ്ങനെ അതെല്ലാം കുറേ നോക്കി. പിന്നെ ഇങ്ങനത്തെ മിന്നുന്നതും ജിംഗ്ലിയെല്ലാം കണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് നോക്കി പോവുമല്ലോ. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ നോക്കി ബാംഗിൾസും അത് ഇതെല്ലാം കണ്ടിട്ട് പിന്നെ എന്തെന്നറിയുന്നില്ല. ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾക്ക് എനിക്ക് പെട്ടെന്ന് ബറോഡ ഓർമ്മയാവും. അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് തലക്ക് പോകുന്നത്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഉച്ചയില്ലേ നമുക്ക് പൈക്കുന്നില്ലേ, കുറേ സമയമായില്ലേ ലീല നടക്കുന്നത്. അങ്ങനെ സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഫേമസ് റോളിൻ്റെ ഷോപ്പുണ്ട്. ആടെ പോയിട്ട് റോള് തിന്നാന്ന് വിചാരിച്ച്. നമ്മ ഇതിന്ന് ഇടക്ക് വന്നിട്ട് തിന്നില്ല, അങ്ങനത്തെ തീരാ നഷ്ടം തന്നെ കിട്ടി. അപ്പം നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ എന്തായാലും കാടുന്ന് തിന്നണം, ഇറ്റ്സ് സോ ഗുഡ്. അങ്ങനെ നമ്മൾ അതും തിന്നിട്ട് നേരെ മുകളിലേക്ക് പോയി. മുകളിലേക്ക് വന്നിട്ട് പിന്നെന്ത് പണി, എല്ലാ കാണുന്ന സ്റ്റോറിലും കയറി ഇറങ്ങി നടക്കുക. എന്തും മേങ്ങാനുണ്ടായിട്ടല്ല, വെറുതെ നോക്കുക, അതൊരു മജല്ലേ. അങ്ങനെ ആടുന്നേ ഫസ്റ്റ് ഫ്ലോറിന്നേ നമ്മൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ എന്തെന്നറിയില്ല, ക്രിസ്മസിൻ്റെ ആന്ന് തോന്നുന്നു കുറേ എന്തെല്ലോ സ്റ്റോൾ പോലെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലും കുറേ എന്തെല്ലോ വിൽക്കുന്നുണ്ടായി. നമുക്ക് പിന്നെ നോക്കുന്നതിന് മേങ്ങണമെന്നിൽ തന്നെ ഇല്ലല്ലോ, വെറുതെ നോക്കാമല്ലോ. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ അടിച്ച് പെറുക്കിയിട്ടായിട്ട് അടെല്ലാം നോക്കിയിട്ടായിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ സ്വീറ്റ് കോൺ തിന്ന്. അങ്ങനെ തിന്നിട്ടെല്ലായിട്ടായിട്ട് നമ്മൾ പിന്നെയും കുറേ സാധനമെല്ലാം ഇങ്ങനെ നോക്കാൻ പോയി. അത് അവിടുന്നാണ് ഒരു വാച്ച് കണ്ടത്. അങ്ങനെ അതും ട്രൈ ആക്കിയിട്ട് നോക്കി. അങ്ങനെ പിന്നെയും നടന്ന് നെക്സ്റ്റ് നമ്മൾ പോയതാണ് ഈ മിസ്റ്റർ DIYക്ക്. ഈടെ കയറിയെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ആടുന്ന് ഇറങ്ങാനൊരു സമയമാവും. ആടെയുള്ള ഫുള്ള് ക്യൂട്ട് സാധനം നോക്കിയിട്ട് അങ്ങനെ ആടുന്ന് കീഞ്ഞിട്ടായിട്ട് നമ്മൾ ഉപ്പിലിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് ആടക്ക് പോയി. ആടുന്ന് നല്ല മാങ്ങയും പൈനാപ്പിളും എല്ലാം തിന്നിട്ട് കത്തിയിട്ട് പെടപെടിച്ചിന്. എന്നിട്ട് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥയോ അങ്ങനെ, അത് ഫുൾ ഐസിൻ്റെ കട്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഐസ് വാട്ടർ ചോദിച്ചത്. പിന്നെ അടുത്ത ചുറ്റിത്തിരിയലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വേറെന്ത് പണിയില്ലല്ലോ. പിന്നെ ലേസ് പോകുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ലേസ് എല്ലാം മേങ്ങിയിട്ട് നേരെ പിന്നെ പോയി. പോകുമ്പോൾ നമ്മളൊക്കെ തന്നെ ഈ ബൊക്ക ഉണ്ടാവുക കയ്യിൽ തന്നെ. അങ്ങനെ ബൊക്കേനെ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചിന്. അതിന് കുറേ ഫോട്ടോഷൂട്ടെല്ലാം എടുത്തല്ലേ ഇന്ന്, കുറച്ചടക്കം എടുക്കട്ടു. പിന്നെ ബസ്സിൽ പോകുമ്പോൾ കേൾക്കണ്ടല്ലോ, തിന്നാൻ നോൺ സ്റ്റോപ്പ് സാധനം മേങ്ങിന്. അതിനോണ്ട് അതും തിന്നിട്ട് പിന്നെ നേരെ പൊരക്കന്നെ പോയി. പൊരക്കെത്താൻ പോലും സബൂറില്ലാത്ത തിന്ന സാധനമാണ് ഇത്. ഒരു കുനാഫാൻ്റെ ജാർ മേങ്ങിനെ സ്ട്രോബെറീൻ്റെ. അങ്ങനെ അതും തിന്നിട്ട് പൊരക്കത്തിരായിട്ട് ഇന്നലത്തെ ഒരു കേക്കും തിന്നിട്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു.